ആദരണീയായ അധ്യക്ഷ, ഈ ഒരു മീറ്റിംഗ് ഇവിടെ ഉദ്ഘാടനം ചെയ്ത വിധുബാലമൻ, മറ്റ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഈ ഒരു വേദിയിൽ വന്ന് നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷം. ഒരുപക്ഷെ ജ്യോതി മാം അവിടെ എൻ്റെ ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനു മുൻപും ഒരുപാട് പ്രാവശ്യം ബോധ്യത്തെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അപ്പോഴൊക്കെ ഞാൻ ബോധ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് മൊത്തത്തിൽ ഇങ്ങനെ കേട്ടു എന്നുള്ളതല്ലാതെ ഇവിടെ വന്നപ്പോൾ ബോധ്യത്തിൻ്റെ മെയിൻ ഇനിഷ്യേറ്റീവ് എടുത്ത ആള് ഇവിടെ ആദ്യം നമ്മളോട് സംസാരിക്കേണ്ടായിരുന്നു, എന്താണ് ബോധ്യം. എനിക്കൊരുപാട് സന്തോഷം തോന്നി. 1000 കാതുകളെങ്കിലും ഉണ്ടാവണം സ്ത്രീകളുടെയും കുട്ടികളുടെയും പ്രശ്നം കേൾക്കാൻ എന്നതാണ് ഒരു ലക്ഷ്യം എന്ന് തോന്നുന്നു, അല്ലേ? മാത്രമല്ല, ഈ വേദിയിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായ മറ്റൊരു കാര്യം, ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ മാനസികാരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെന്ന് കൂടി മനസ്സിലായി. അപ്പോൾ ഞാനും ആ ഒരു മേഖലയിലുള്ള ആളായതുകൊണ്ട് ഒരു സ്പെഷ്യൽ സന്തോഷം ഉണ്ടാവും. അപ്പോൾ ഞാൻ ആലോചിച്ച ഒരു കാര്യം, നമ്മൾ കേൾക്കാൻ 1000 കാതുകൾ ഉണ്ടാക്കണം. അപ്പൊ പറയുന്നവരോട് കേൾക്കുന്നവർക്ക് പറയാൻ എന്താണ് ഉണ്ടാവുക? അപ്പൊ അതിനെക്കുറിച്ച് ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ ഈ ഒരു മേഖലയുടെ വളർച്ച, മാനസികാരോഗ്യത്തിന് ഏത് കാലം മുതലാണ് ഒരു പ്രാധാന്യം കിട്ടി തുടങ്ങിയത്, അതിന്ന് എവിടെ വന്ന് നിൽക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടെ ഞാൻ അവിടെ ഇരുന്ന് ചിന്തിച്ചു. ഇത്രയും പറഞ്ഞപ്പോൾ എല്ലാവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്, ഇയാൾ ഇതൊക്കെ കൂടി ഇനി അവിടെ ഇരുന്ന് ചിന്തിച്ച കാര്യമൊക്കെ കൂടി ഇവിടെ പറയാൻ പോവുകയാണ്. പെട്ടു അല്ലേ? ഉച്ച കഴിഞ്ഞ സമയമാണ്, ഞാൻ ഒരുപാട് സമയമൊന്നും എടുക്കില്ല. എന്നാൽ പോലും എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഈ ഒരു കാലഘട്ടത്തിനൊരു പ്രത്യേകതയുണ്ട്. നമ്മളൊരു സംഘടനയായാലും എന്ത് കാര്യങ്ങൾ നമ്മൾ ആരംഭിക്കുമ്പോഴും അവിടെയൊക്കെ നമ്മൾ മാക്സിമം അറിവ് സമ്പാദിക്കുക എന്നുള്ള ഒരു കാര്യത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ യുഗങ്ങൾ ഇങ്ങനെ കടന്നു പോയത് വളരെ മെല്ലെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മുടെ കാലം കടന്നു പോകുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ടാണ്, വളരെ സ്പീഡായി പോകും. അപ്പൊ നമ്മൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നോ അവിടെയൊക്കെ അപ്ഡേഷന്റെ വളരെ ആവശ്യമുണ്ട്. നമ്മൾ കേൾക്കാൻ കാതുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആരെയൊക്കെ കേൾക്കണം? ഈ കാലഘട്ടത്തിൽ ലോകത്തിന് വളരെയധികം സ്പീഡ് കൂടി പോയപ്പോൾ തന്നെ പ്രശ്നങ്ങളുടെ സ്പീഡ് വളരെയധികം കൂടി. ഇവിടെ എനിക്ക് മുന്നിൽ നിൽക്കുന്ന ഓരോരുത്തരോടും പേഴ്സണലായി സംസാരിച്ചാൽ ഓരോരുത്തർക്കും ഓരോ പ്രശ്നമുണ്ട്. നമ്മൾ ആരെയൊക്കെ കേൾക്കണം? കുട്ടികളെ കേൾക്കണം. ഇവിടെ പലരും പറഞ്ഞു 6 വയസ്സായ കുട്ടി എങ്ങനെ ആത്മഹത്യ ചെയ്യാം എന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളെ കേൾക്കണം, സ്ത്രീകളെ കേൾക്കണം, കൂട്ടത്തിൽ പുരുഷന്മാരെയും കേൾക്കുന്നത് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. പ്രായമായ ആളുകളെ കേൾക്കണം, വൃദ്ധന്മാരെ കേൾക്കണം. ഇവരെല്ലാവരും കൂടി കൂടുന്ന ഒരു സ്ഥലമുണ്ട്, കുടുംബം എന്ന് പറയും. ആ കുടുംബത്തെ കേൾക്കണം. എനിക്ക് തോന്നുന്നത് കുടുംബത്തിൽ പ്രശ്നമില്ലാത്ത വളരെ ചുരുക്കം ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾ സ്വന്തം ഇങ്ങനെ ഒന്ന് കൈവച്ചിട്ട് ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നമുണ്ടോ? ഇപ്പൊ നമ്മൾ കേൾക്കാനിരിക്കുന്ന, ഞാൻ ഇങ്ങോട്ടാണ് വരുന്നത്, കേൾക്കാനിരിക്കുന്ന ആളുകളൊന്ന് മനസ്സിലാക്കണം, കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അതെന്തായാലും തെറ്റിദ്ധാരണയുടെ പേരിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഉപദേശമൊക്കെ കൊടുത്താൽ പരിഹരിക്കാം, അല്ലേ? അപ്പൊ ആ കുടുംബത്തിൽ ആരെങ്കിലും ഒരാളൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാളുണ്ടാവും. അതാണ് കുറച്ച് ഉപദേശം കൊടുത്തോണ്ട് കാര്യമുണ്ടോ? അല്ലെങ്കിൽ തെറ്റിദ്ധാരണ മാറ്റി കൊടുത്തോണ്ട് കാര്യമുണ്ടോ? അപ്പൊ നമ്മൾ എന്ത് പഠിക്കണം? എന്തൊക്കെയാണ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് നമ്മൾ പഠിക്കണം, വേണ്ടേ? നമ്മുടെ നോളജ് നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്യണ്ടേ? അത് പലപ്പോഴും സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾ ഏതെങ്കിലും കോഴ്സ് പഠിക്കാൻ പോകണമെന്നൊന്നല്ല കേട്ടോ പറഞ്ഞു വരുന്നേ. അത് സംഭവിക്കുന്നതും അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് എപ്പോഴാണ്? കൂടുതൽ കൂടുതൽ വിഷയങ്ങൾ കേൾക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ കേൾക്കുമ്പോൾ
നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. അപ്പൊ അതോടൊപ്പം നമുക്കൊരു അന്വേഷണ പാഠവും ഉണ്ടാവണം. കേൾക്കുന്നവരോട് നമുക്ക് എന്താ പറയാനുള്ളത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാവണം. ഏതായാലും എനിക്ക് പൊതുവെ ഒരു സ്വഭാവമുണ്ട്, ഇങ്ങനെ പറയുമ്പോൾ അടുത്ത വിഷയം ഇങ്ങനെ പറഞ്ഞു പോകും. പൊതുവെ അവസാനം സംസാരിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടം. അതിന്റെ കാര്യം എന്താണെന്നറിയോ? അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവർ വളരെ ആത്മാർത്ഥതയുള്ളവരായിരിക്കും. കുറെ ആളുകൾ അധ്യക്ഷ പ്രസംഗം പറയുമ്പോൾ തല കാണിക്കാൻ വരും, അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കേട്ടിരിക്കാൻ വരും, അത് കഴിഞ്ഞ് 2-3 അസംസ പ്രസംഗമൊക്കെ കഴിയുമ്പോൾ കുറെ ആളുകൾ പോകും. അവസാനം ഉണ്ടാവുന്ന ചെറിയ കൂട്ടം ഉണ്ടല്ലോ, അവരൊരുപാട് ആത്മാർത്ഥതയുള്ളവരായിരിക്കും. അപ്പൊ ഇവിടെ ഞാനിങ്ങനെ നോക്കുമ്പോൾ മുഴുവൻ ആളുകളെ ആത്മാർത്ഥതയുള്ളവരായിട്ടാണ് കാണുന്നത്. ഞാൻ ഇതിന്റെ സംഘാടകർക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. സാധാരണ എല്ലാ മേഖലയിലും അങ്ങനെയാണ്, കുറച്ചൊക്കെ കേട്ടിട്ട് ഇറങ്ങി പോകും. പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥതയുള്ളവരാണ്. നിങ്ങളോട് എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. നമ്മൾ ഈ കാലത്തിനൊപ്പം സഞ്ചരിക്കണം, നോളജിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ ദിനം പ്രതി മാറിക്കൊണ്ടേയിരിക്കുന്നു. അറിഞ്ഞ കാര്യങ്ങളെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കണം. അതിനുള്ള മേഖലകളൊക്കെ കണ്ടെത്തണം. അതിനുള്ള സാധ്യതകൾ ഈ സംഘടന ഉണ്ടാക്കി കൊടുക്കണം. അതിനുള്ള അവസ്ഥകൾ ഈ സംഘടനയിൽ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് പറയാനുള്ള ആളുകളെ കിട്ടും. കാരണം പറയാനുള്ള ആളുകൾക്ക് നല്ല കേൾവിക്കാരെ കിട്ടണം. അപ്പൊ നല്ല കേൾവിക്കാർ എന്നുള്ള ഈ സംഘടനയുടെ ഒരു ആശയത്തിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. ഈ ഒരു അവസരം തന്നതിന്റെ സംഘാടകരോടുള്ള നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഭാരത്. Thank you, sir, for